യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് വരിക എന്നുള്ള വിഷയമായിരുന്നല്ലോ. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് ആ പ്രത്യാശ നൽകിക്കൊണ്ട് ആ പ്രത്യാശയുടെ സമൃദ്ധിയാൽ നമ്മൾ നിറയുന്ന നിമിത്തം ഈ ഭൂമിയിലെ നമ്മുടെ കഷ്ടതകൾ മറക്കുവാനും ഇന്ന് നമ്മൾ നേരിടുന്നതായ സകല പ്രതികൂലങ്ങളെയും മറികടക്കുവാൻ കഴിയുന്നതായ അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയും. ഈ പ്രത്യാശ നമ്മളിൽ നിറയ്ക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നാം ഓരോരുത്തരും ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള ആ ദാനങ്ങളാൽ നമ്മെ നിറയ്ക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ദൈവം തൻ്റെ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കുന്നു. അതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുന്നത്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് നമ്മളിൽ ദൈവത്തിൻ്റെ സമാധാനം വസിക്കുന്നത്. അങ്ങനെ ആ സന്തോഷത്തിലും സമാധാനത്തിലും ഇതേപോലെ തന്നെ പ്രത്യാശയിലും നമ്മൾ പൂർണ്ണത ഉള്ളവരായിത്തീരുന്നു. അത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ആ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ വന്നു നിറയുന്നത്. പലപ്പോഴും പല ആളുകളും അനുഗ്രഹം എന്നുള്ള വിഷയത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഭൗതികമായ അനുഗ്രഹങ്ങളാണ്. നല്ല വീട്, നല്ല വാഹനം, നല്ല കുടുംബ പശ്ചാത്തലങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും അനുഗ്രഹമെന്ന് എണ്ണുന്നത്. എന്നാൽ ആത്മീക അനുഗ്രഹം ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഉൽപ്പത്തി പുസ്തകത്തിൽ അതേ 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളതായ ആ കാര്യം എടുത്തുകൊണ്ടാണല്ലോ നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിലേക്ക് പ്രവേശിച്ചത്. അതിൻ്റെ 3-ാമത്തെ വാക്യം, അതായത് കർത്താവ് യേശുക്രിസ്തു മൊഴിഞ്ഞതായ അതേ ഗിരിപ്രഭാഷണത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രഭാഷണം, അതേ 3-ാം വാക്യം, മത്തായി സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതായത് ആർക്കാണ് സന്തോഷമുണ്ടാകുന്നത്, ആർക്കാണ് സമാധാനമുണ്ടാകുന്നത്, ആർക്കാണ് പ്രത്യാശ ഉണ്ടാകുന്നത്? അത് ആത്മാവിൽ ദരിദ്രർ ആയവർക്കാണ്. ഈ അബ്രഹാമിനെ ദൈവം നോക്കുമ്പോൾ അബ്രഹാമിൻ്റെ ആ ആത്മീക ദരിദ്രാവസ്ഥ ദൈവത്തിന് നല്ലവണ്ണം ബോധമുണ്ട്. എന്തുകൊണ്ടാണ് ആ അബ്രഹാമിൽ അപ്രകാരം ആത്മീക ദരിദ്രാവസ്ഥ ഉണ്ടെന്ന് പറയുന്നത്? പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ലോകത്തിൽ ധാരാളം സമ്പത്തുള്ളവർ, ധനമുള്ളവർ, അവർക്കൊന്നും ആത്മീയമായ ദാരിദ്ര്യാവസ്ഥ ഇല്ല എന്നുള്ളത്. പക്ഷെ അങ്ങനല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ അതേ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മഹാസമ്പന്നന്മാരിൽ ഒരുവനായിരുന്നല്ലോ അബ്രഹാം. അബ്രഹാമിൻ്റെ ഭവനത്തിൽ എത്രയോ ആയുധധാരികളായ അഭ്യാസികളുണ്ട്. തൻ്റെ ഭവനത്തിൽ എത്രയോ മറ്റു ജോലികൾ ചെയ്യുന്നവരായ ആളുകളുണ്ട്. തനിക്ക് എത്രയോ അതേ കാലിസമ്പത്തുകൾ അബ്രഹാമിനുണ്ട്, ആടുമാടുകളുണ്ട്. അപ്പോൾ അതേപോലെ സമ്പന്നനായ അബ്രഹാം ആത്മീകമായ ദരിദ്രാവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. നോക്കൂ, ഇതെല്ലാം അബ്രഹാമിനുണ്ടെങ്കിലും അബ്രഹാമിൻ്റെ ദൃഷ്ടി അതേ സകലത്തെയും സൃഷ്ടിച്ചവനായ ആ ദൈവത്തിങ്കിലേക്ക് തന്നെയായിരുന്നു. അബ്രഹാം ദൈവത്തെ അന്വേഷിച്ചു എന്നുള്ളതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നോക്കൂ, അങ്ങനെയുള്ള ആ അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് അതെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്ന പോലെ തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ് ഭൂമി എല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നു. അതെ, ഒരു ആത്മീയമായ ദരിദ്രാവസ്ഥയിൽ തുടരുന്നവനായ അബ്രഹാമിനെ ദൈവം കണ്ടപ്പോൾ ആ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു, അബ്രാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അതെ നീ പോക എന്ന് പറഞ്ഞ് അബ്രാമിനെ ദൈവം വിളിക്കുന്നു. നോക്കൂ, അബ്രാമിൻ്റെ ആത്മീയമായ ദാരിദ്ര്യാവസ്ഥയിൽ എന്തായിരിക്കാം അവനിൽ നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നതായ പ്രധാനപ്പെട്ട കാര്യം? ഒന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്നവനായ ഒരു അബ്രാം. അതായത് ആത്മീക ദാരിദ്ര്യാവസ്ഥ ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ അന്വേഷിക്കാൻ കഴിയത്തുള്ളൂ. ഈ ആത്മീയമായ ദാരിദ്ര്യാവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം നമ്മളിൽ വസിക്കുന്നതായ അല്ലെങ്കിൽ നമ്മളിലുള്ളതായ പാപം, ആ പാപം നമ്മെ ദൈവത്തിന് മുമ്പാകെ കുനിയിക്കുമാറാക്കുന്നു, തല കുനിയിക്കുമാറാക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ യഥാർത്ഥമായ അവസ്ഥയെ നല്ലതുപോലെ അറിയുവാൻ ഈ ആത്മീകമായ ദാരിദ്ര്യാവസ്ഥ
നമ്മെ സഹായിക്കുന്നു. എന്ന് മാത്രമല്ല, നമുക്ക് നമ്മളിൽ തന്നെ ആശ്രയിക്കാൻ കഴിയാതെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കേണ്ടതായ ഒരു ആവശ്യകതയിലേക്ക് ആത്മീയ ദാരിദ്ര്യാവസ്ഥ നമ്മെ എത്തിക്കുകയാണ്. എന്നാൽ ആത്മീയമായ സമ്പന്നാവസ്ഥയുണ്ട്. അതൊരിക്കലും ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ദൈവം കൊടുക്കുന്നതായ ഒരു സമ്പന്നാവസ്ഥയല്ല, മറിച്ച് മനുഷ്യൻ ക്ലെയിം ചെയ്യുന്നതായ, അവകാശപ്പെടുന്നതായ സമ്പന്നാവസ്ഥ. ഇതേ കാര്യം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ലവോദിക്ക സഭയെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലിൽ അവർ പറയുന്നു, ഞങ്ങൾ സമ്പന്നരാണ്, ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് ദൈവം തരുന്നതായ ഒരു കാര്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇന്നും അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ദൈവത്തിന്റെ വചനമൊക്കെ നമ്മൾ എപ്പോഴും വായിച്ചു വരുമ്പോൾ ദൈവം അന്വേഷിക്കുന്ന ആരെയാണ്? നമ്മൾ ഈ ഒരു സന്ദേശം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ദൈവത്തിന്റെ കണ്ണുകൾ തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് വേണ്ടി ഭൂമി എല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നു. തന്നിൽ ഏകാഗ്രചിത്തനായിരിക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ആരാണോ എപ്പോഴും യാചിക്കുന്നത്, ദൈവത്തിന്റെ സഹായത്തിനു വേണ്ടി ആരാണോ എപ്പോഴും മുറവിളിയിടുന്നത്, അവരാണ് ആത്മീയമായ ദാരിദ്ര്യ അവസ്ഥയിലുള്ളവർ. നോക്കൂ, അങ്ങനെയുള്ളവരെ ദൈവം വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ജീവിതത്തിൽ എപ്പോഴും അവർക്ക് പ്രാർത്ഥനയുടെ അനുഭവമുണ്ട്, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നതായ അനുഭവമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ബ്രദറെ, എനിക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പഴയതുപോലെ ദൈവത്തിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളിൽ ഉണ്ടായിരിക്കുന്നതായ ആത്മീയമായ കപട സമ്പന്നതയാണ്. അതിൽ നിന്ന് നമുക്ക് വ്യതിചലിക്കുവാൻ കഴിയണം. അതെങ്ങനെയാണ് നമുക്ക് വ്യതിചലിക്കാൻ കഴിയുന്നത്? നമ്മൾ പാപികളാണ് എന്നുള്ളതായ ബോധം നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. നോക്കൂ, ആരാണ് നമ്മെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നോക്കൂ, അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരുവൻ പാപിയാണ് എന്ന് തനിക്ക് ബോധം വരണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരണം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരാത്ത ഒരാൾ പോലും പാപിയാണെന്നുള്ള ബോധം അവർക്കുണ്ടാവുകയില്ല. അതായത് ദൈവവചനത്തിൽ അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ അവരെ നീതീകരിക്കാൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതായത് നമ്മൾ സാധാരണ ആളുകൾ പറയാറുണ്ട്, മദ്യപാനത്തെ ന്യായീകരിക്കാൻ വേണ്ടി യേശു കാനായിലെ കല്യാണത്തിന് വെച്ച് അവൻ മദ്യം ഉണ്ടാക്കി കൊടുത്തില്ലേ, അല്ലെങ്കിൽ വീഞ്ഞു കൊടുത്തില്ലേ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. എന്നിട്ട് അവർ ന്യായീകരിക്കുകയാണ്, അല്പം മദ്യം കഴിക്കുന്നുണ്ടെന്നും യാതൊരു പ്രശ്നവുമില്ല. നോക്കൂ, ഇതൊന്നും തന്നെ ആത്മീയമായ ദാരിദ്ര്യാവസ്ഥയെ കുറിക്കുന്നതല്ല. ആത്മീയമായ ദാരിദ്ര്യാവസ്ഥ തീർച്ചയായിട്ടും ദൈവവചന കേൾക്കുന്നതിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഞാൻ ഒന്നുമല്ല, ഞാൻ പാപിയാണ്, അതെ, ഞാൻ ദൈവത്തിൽ നിന്നും അകന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്ന് ആ ചെറുപ്പക്കാരന് പറയത്തക്കവണ്ണം അവൻ ഒരു ആത്മീയമായ ദാരിദ്ര്യാവസ്ഥയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ ആത്മീക ദാരിദ്ര്യാവസ്ഥയിൽ അവർ ദൈവത്തെ ആശ്രയിച്ച്, ദൈവത്തെ വിളിച്ച് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ അതിന് പകരമായി ദൈവം അവർക്ക് കൊടുക്കുന്ന ഒന്നാണ് ഈ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഈ അനുഗ്രഹം ഒരിക്കലും ഇറ്റ്സ് നോട്ട് എ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്. അത് ഒരു ഭൗതികമായ അനുഗ്രഹമല്ല, മറിച്ച് അതൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ് ആണ്. ഈ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിൻ്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. എങ്കിലും ഞാൻ അത് ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ ആ സന്തോഷം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ ദൈവം പകരുവാനിടയായിത്തീരും. നമ്മൾ പ്രശംസിക്കുന്നതും സന്തോഷിക്കുന്നതും ഈ ലോകത്തിലെ ഏതെങ്കിലും കാര്യത്തിലല്ല. തീർച്ചയായിട്ടും ലോകത്തിലെ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷമുണ്ടാകാം, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ സന്തോഷം അനുഭവിക്കേണ്ടത് ദൈവം നമുക്ക് നൽകുന്നതായ അനുഗ്രഹങ്ങളിൽ, നന്മകളിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോടെല്ലാം ഞാൻ ആവശ്യപ്പെടുന്നത്, നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെടണം. അതിന് നാം ദൈവത്തിൻ്റെ വചനം കേൾക്കണം. അതേ ആത്മീയമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ചെല്ലണം. പല ആളുകളും ഇന്ന് ആത്മീയമായ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരായ ആളുകളുണ്ട്. ഓ, എനിക്കത് വേണ്ട, എനിക്ക് ഇത് വേണ്ട എന്നൊക്കെ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശൂന്യതകളോടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നു ഇതിനൊക്കെ മറുമരുന്ന്, പരിഹാരം എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും ആണ് എന്നുള്ളത്. പക്ഷെ മറ്റെന്തെങ്കിലും അല്ല, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ അടുക്കിലേക്ക് എല്ലാവരും വിളിക്കുന്നത്. യേശു വിളിച്ചില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അവൻ്റെ അടുക്കിലേക്ക് വന്ന
ഒരു വ്യക്തി പോലും ലജ്ജിച്ചിട്ടില്ല. നോക്കൂ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചിട്ടില്ല. അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഇന്നും അതേ വചനം നമ്മളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ മുഖം ലജ്ജിക്കുവാൻ ദൈവം ഇടയാക്കുകയില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് അതേ നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധം പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ച് നമ്മൾ പാപിയാണ് എന്നുള്ളതായ ആ ചിന്തയിലേക്ക് നമ്മൾ കടന്നു ചെന്ന് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ യാചിച്ചെങ്കിൽ മാത്രമേ, അവനോട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ആ കൃപ ലഭിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഏതൊരു വ്യക്തി അവനോട് പ്രാർത്ഥിക്കുന്നുവോ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവോ, അവർ ഈ ആത്മീക ദാരിദ്ര്യാവസ്ഥയിൽ ഉള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്താണ് ദൈവം കൊടുക്കാൻ പോകുന്നത്? അവർക്ക് കൊടുക്കാൻ പോകുന്നത് സ്വർഗരാജ്യമാണ്. നോക്കൂ, അവർ ഭാഗ്യവാന്മാരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അവർ സന്തോഷമുള്ളവരാണ്. ദൈവത്തിന് സന്തോഷം അവരുടെ ഉള്ളിൽ അവർ അനുഭവിക്കുന്നവരാണ്. ദൈവത്തിന് സമാധാനം അവരുടെ ഉള്ളിൽ അവർ അനുഭവിക്കുന്നവരാണ്. അതേ, ദൈവം നൽകുന്നതായി പ്രത്യാശ അവർ അനുഭവിക്കുന്നവരാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ദാരിദ്ര്യാവസ്ഥയിൽ പോലും നമ്മൾ ആത്മീയമായി സമ്പന്നത അനുഭവിക്കുന്നവരാണ്. നോക്കൂ, അവിടെ നമ്മൾ പറയുന്നത്, ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യത ഞാൻ കർത്താവിനോടൊപ്പം ചെലവഴിപ്പാനിടയായി തീരും. ഇന്ന് നേരിടുന്നതായ സകല പ്രതികൂലങ്ങളുടെ നടുവിലും ഞാൻ ജയം പ്രാപിക്കുമെന്ന് അവർ എപ്പോഴും പറയുവാനിടയായി തീരും. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതേപോലെ തന്നെ ആ ആത്മീകമായ ദാരിദ്ര്യാവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ആത്മീക ദാരിദ്ര്യാവസ്ഥ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരുവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വചനത്താൽ തന്നെ നമുക്ക് ഈ ദാരിദ്ര്യാവസ്ഥ പ്രകടമായി തീരും. പല ആളുകൾക്കും ഈ ആത്മീയമായ ദാരിദ്ര്യാവസ്ഥ ഉണ്ടെങ്കിലും ദൈവവചനത്തിൻ്റെ കേൾവി അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് ആ ദാരിദ്ര്യാവസ്ഥയെ അവർ സ്വയമായി പരിഹരിക്കുവാൻ നോക്കിക്കൊണ്ടേയിരിക്കും. മനുഷ്യൻ സ്വയമായി ഈ ആത്മീയ ദാരിദ്ര്യാവസ്ഥയെ അതേ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് മനുഷ്യൻ നേർച്ച നേരുന്നത്, പുണ്യസ്ഥലങ്ങൾ പോയി സന്ദർശിക്കുന്നത്, അതേ മറ്റുള്ള ഇങ്ങനെയുള്ള സകല കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ശരിയായ പാതയിലേക്ക്, ശരിയായ ഡിറക്ഷനിലേക്ക് അവരെ കൊണ്ടെത്തിക്കാനിടയായിത്തീരും. ആ ഡിറക്ഷൻ അല്ലെങ്കിൽ ആ നയിക്കപ്പെടുന്നതായ ദിശ എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്കാണ് അവർ എത്തുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലേക്കാണ് അവർ എത്തുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആത്മീയമായ ദാരിദ്ര്യാവസ്ഥ എപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതെ, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ ആത്മീയമായ ദാരിദ്ര്യാവസ്ഥ എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവവചനം കേൾക്കുക, ദൈവവചനം വായിക്കുക, ദൈവവചനം നമ്മളോട് പറയുന്നതായ കാര്യങ്ങൾ, സംസാരിക്കുന്നതായ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതെ നമ്മൾ ആ ആത്മീകമായ ദാരിദ്ര്യാവസ്ഥയിൽ നമ്മളായിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാം. അതെ, ആത്മീയമായി അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമാറാകട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളേവരും ഇങ്ങനെയുള്ള ആത്മീകമായ ദാരിദ്ര്യാവസ്ഥ തിരിച്ചറിഞ്ഞ കർത്താവെ, അങ്ങയിൽ നിന്നുള്ള അനുഗ്രഹം, അതെ ഞങ്ങൾ ഈ ദിവസങ്ങൾ കേട്ടതുപോലെ സന്തോഷം, സമാധാനം, അതേ പ്രത്യാശ തുടങ്ങിയതായ ശ്രേഷ്ഠമേറിയ ആത്മീയമായ നന്മകൾ അനുഭവിച്ചറിയുന്നവരായി തീരുവാൻ ഞങ്ങളെ ഏവരെ സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീയമായി കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.